ഹൗ ടു റീഡ്. റീഡിങ് ഈസ് ആൻ ആർട്ട്. എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് റീഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കഴിഞ്ഞ വീഡിയോസിൽ പാർട്ട് എ എങ്ങനെ റീഡ് ചെയ്യണം, പാർട്ട് ബി എങ്ങനെ റീഡ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. OET റീഡിങ്ങിൻ്റെ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പാർട്ടാണ് പാർട്ട് സി. സോ പാർട്ട് സി റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ പാരഗ്രാഫിൽ നിന്നും കുറച്ചധികം കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പാരഗ്രാഫ് റീഡ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഡയറക്റ്റ് മീനിങ് മനസ്സിലാക്കിയെടുക്കുക. അതായത് റൈറ്റർ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവിടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. അത് മനസ്സിലാക്കിയതിന് ശേഷം ഐഡിയാസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കണക്റ്റേഴ്സ് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഹവവർ എന്നുള്ളൊരു കണക്റ്റർ കാണുമ്പോൾ നമുക്ക് അവിടെ ഒപ്പോസിങ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അടുത്തതായി പാരഗ്രാഫിൻ്റെ ഇൻഡയറക്റ്റ് മീനിങ് മനസ്സിലാക്കുക എന്നതാണ്. റൈറ്റേഴ്സ് അവിടെ ഇംപ്ലൈഡ് ഐഡിയാസ് കൊണ്ടുവരാം, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തേക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റഡി ഓർ റിസർച്ച് ലിമിറ്റഡ് ഡ്യൂറേഷൻ ആയിരുന്നു, ലിമിറ്റഡ് സാമ്പിൾ സൈസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ റൈറ്റർ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെന്ന് സജസ്റ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ്, റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ഓർ ഒപ്പീനിയൻ. റൈറ്റർ പാസേജിൽ ഒരു ടോൺ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് ഫേവറബിൾ ആവാം, അൺഫേവറബിൾ ആവാം. ഫോർ എക്സാമ്പിൾ, റൈറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് ലാംഗ്വേജും സക്സസ്ഫുൾ കേസസുമാണെങ്കിൽ അത് ഒരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡും, അതല്ല ഒരു നെഗറ്റീവ് ലാംഗ്വേജിലൂടെ എന്തിൻ്റെയെങ്കിലും ലിമിറ്റേഷൻസോ അൺസർട്ടനിറ്റീസോ ആണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. നെക്സ്റ്റ്, ലെക്സിക്കൽ റെഫറൻസ് ഓർ റെഫറൻസ് വേർഡ്സ്. യൂഷ്വലി റെഫറൻസ് വേർഡുകളായി ഉപയോഗിക്കുന്നത് ഹി, ഷീ, ഇറ്റ്, ദേ, ദിസ്, ദാറ്റ് ഇതൊക്കെയാണ്. ഇത് റെഫർ ചെയ്യുന്നത് പ്രീവിയസ്ലി മെൻഷൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കും. അപ്പോൾ ഈ റെഫറൻസ് വേർഡിൻ്റെ ആൻസേഴ്സ് എപ്പോഴും അതിൻ്റെ പ്രീസീഡിങ് ലൈൻസിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഫൈനലി, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, എസ്പെഷ്യലി മെഡിക്കൽ റിസർച്ചിൽ വരുന്ന കോംപ്ലക്സ് ഫ്രേസസ്. ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഹാസ് എ ഫിഗറേറ്റീവ് മീനിങ് ബിയോണ്ട് ഇറ്റ്സ് ലിറ്ററൽ മീനിങ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ബ്രേക്ക് ദ ഐസ്. It means initiate a conversation in a social or professional setting. OET റീഡിങ്ങിൻ്റെ പാർട്ട് സിയിലെ ഒരു പാരഗ്രാഫ് എങ്ങനെ റീഡ് ചെയ്യണമെന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇതുപോലെ OET റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഫോളോ ടിജൂസ് അക്കാഡമി.